പരിപാടി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല നാടൻ ഞണ്ട് ഉലർത്തിയതാണ്. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റി ചുലർത്തിയ നല്ല കിടിലൻ ഞണ്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഞണ്ട് ഉലർത്തിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ക്ലീൻ ചെയ്ത ഞണ്ട് 1 കിലോ. ഓരോ ഞണ്ടും ഇതുപോലെ ഈ നടുകെ മുറിച്ചെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ മുറിച്ചെടുക്കണം. ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് മാർക്കറ്റിൽ പോയ സമയത്ത് ക്ലീൻ ആക്കിയിട്ടാണ് ഞണ്ട് വാങ്ങിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നെക്സ്റ്റ് ഏതെങ്കിലും റെസിപ്പി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞണ്ട് നന്നായിട്ട് എങ്ങനെയാണ് വൃത്തിയാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ ഉള്ളി. ഈ 2 വലിയ ഉള്ളി വളരെ നൈസായി അരിഞ്ഞെടുത്തിരിക്കുന്ന വലിയ ഉള്ളിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ട്. ഇതിൽ ഞാൻ 1.25 ടേബിൾ സ്പൂൺ എക്സാക്ട്ലി. ഇതിൽ ഞാൻ 3/4 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ കറിക്ക് ഒരു നല്ല കളർ വരാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക്, നമ്മുടെ സാധാ മുളക് പൊടി. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂൺ ഫുള്ള് കുരുമുളക് പൊടി. നല്ല തരിതരത്തെ പൊടിയല്ല, നമ്മൾ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി ചതച്ചെടുത്തത്. ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളി, ഒരു ചെറിയ നാടൻ വെളുത്തുള്ളി ഒരു തുടം നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ് ഇത് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ഒരു 3 എണ്ണം. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് 3 or 4 എടുക്കാം. അത് ചൂടുവെള്ളത്തിൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് വേണ്ടത്. ഒരു 2-3 സ്പ്രിഗ് കറിവേപ്പില. പിന്നെ ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് നല്ല കട്ടി തേങ്ങാപ്പാൽ. 2ാം പാലല്ല, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇത്തരം തീയിൽ വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ തരം ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി വേഗം വഴന്ന് കിട്ടും. ഇനി കുറച്ച് തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പ്രിഗ് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി. നമ്മൾ 1 കിലോ ഞണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സാധനങ്ങൾ ഇത്ര എടുക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം പോട്ടെ. കുറച്ച് കടിയിലൊക്കെ ഇങ്ങനെ പിടിക്കാനൊന്നും നോക്കണ്ട. അത് കറി ഗ്രേവി വരുന്ന സമയത്ത് ശരിയായിക്കോളും. ഈ സമയത്ത് ഇടത്തരം തീയിൽ വേണം വഴറ്റാൻ. തീ കൂട്ടി വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം കിട്ടും. ആ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തീ വളരെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടി ഒന്ന് മൂത്ത് വരണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിലെ പൊടികൾ കരിഞ്ഞു പോരുത്. അപ്പോൾ ഈ പൊടികൾ നമുക്ക് വളരെ ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം മതിയെ. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ക്രാബ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരട്ടെ.
1 ഗ്ലാസ് വെള്ളം ചേർത്ത് മസാലയൊക്കെ ഒന്ന് ടുഗദർ ആവാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്കിനി ക്രാബ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിത് തിളച്ചു തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ക്രാബ് ചേർത്ത് കൊടുക്കാം. ക്രാബ് ചേർത്ത് ഇതെല്ലാം ഞാൻ ഇടത്തരം തീയിലാണ് ചെയ്യുന്നത്. ക്രാബ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിത് ക്രാബ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ആദ്യം നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് മതിയാവോ എന്നറിയില്ല, നോക്കാം. ഇല്ല, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പായിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ആദ്യം കുറച്ചിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും ക്രാബ് വെക്കുമ്പോൾ കുറച്ച് എരിവിൽ വെക്കണം. കാരണം ക്രാബിൻ്റെ മീറ്റിന് ഒരു മധുരമാണ്. തീരെ എരിവ് ഇട്ടിട്ടില്ലെങ്കിൽ കറി വല്ലാതെ മധുരമായി പോകും. അപ്പോൾ നമുക്കൊരു രുചി ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഒരു 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അധികം വേണ്ട. ടോട്ടൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി കുടംപുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമ്മളിനി ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കും, എന്നിട്ട് വറ്റിച്ചെടുക്കും. അപ്പോൾ പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുടംപുളി ചേർത്ത് കൊടുത്തു. നമുക്കിനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ കൂടി ഇതുപോലെ ഒന്ന് പതുക്കെ. നന്നായിട്ട് വെള്ളമുണ്ട്, ഗ്രേവി ഉണ്ട് ഞണ്ടില്. അപ്പം നമുക്ക് കുറച്ചൊന്ന് തീ കൂട്ടി കൊടുക്കാം. ഞണ്ട് വേഗം കുക്കാവും, വലിയ താമസമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ക്രാബ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് മുഴുവൻ ചേർത്ത് കൊടുക്കണം. പൊതുവെ കറികളിൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീയൊക്കെ കുറച്ച് അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പതിവ്. പക്ഷേ നമ്മളിത് തേങ്ങാപ്പാൽ വറ്റിക്കാൻ പോവാണ്. അപ്പോൾ ഇടത്തരം തീയിൽ കറി നന്നായിട്ട് കുറുകി വറ്റി വരുന്നവരെ നമുക്കിത് വേവിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം കൂടി പറയാം, അല്പം ഗ്രേവി വേണ്ട ആളുകൾക്കാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചൂടാക്കി ഒരു നല്ല വറവിട്ട് എടുത്താൽ മതി. ഞാനിത് വറ്റിച്ചെടുക്കാം. ഇവിടെ എല്ലാവർക്കും വറ്റിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവിയോടെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. ഗ്രേവി ഈ ക്രാബിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ വറ്റി നമ്മുടെ ഞണ്ട് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല തിക്കായി ഞണ്ടിൽ നല്ല പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇതിനിപ്പോൾ തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി ഒരു നല്ല നാടൻ ഡിഷാണ്. വെരി ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ റെസിപ്പിയിൽ നമ്മൾ കുടംപുളി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുടംപുളിയുടെ പുളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കുടംപുളി അങ്ങ് മാറ്റി വെച്ചേക്കും. ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി കാണുന്നവരേക്കും ബൈ ബൈ.